എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് എരഞ്ഞിപ്പാലം സരോവരം പാർക്കിനടുത്തുള്ള കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ ഇന്ന് രാവിലെ കണ്ട ഒരു തിരക്കാണ് കേട്ടോ. അത് ക്യൂ ആണ്. അവിടെ നമ്മുടെ ഒരു മനോരമ സംഘടിപ്പിക്കുന്ന ഒരു മെഷീൻ എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടി പോയതായിരുന്നു ഞങ്ങൾ. പക്ഷേ യാതൊരു രക്ഷയില്ല, വലിയ ലോങ് ക്യൂ ആണ്. ഈ സൈഡിലേക്ക് ഒരു ക്യൂ ഉണ്ട്, മറു സൈഡിലേക്കും ഒരു ക്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാനേ പറ്റിയില്ല. ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാവർക്കും ചായ കഴിക്കണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാതെ വന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. തിരിച്ച് വരുമ്പോഴേക്കും ഇതാണ് അവസ്ഥ. നമുക്ക് കയറാൻ പറ്റിയില്ല. ഇത്രയും തിരക്കായതുകൊണ്ട് നമ്മൾ കയറാതെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു തിരക്കാണ്. ഫ്രീ എക്സിബിഷനാണ്. ഒരു എക്സിബിഷനും ഇത്ര തിരക്ക് ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ക്യൂ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിലെ ഒരു തൊഴിലില്ലായ്മയുടെ ഒരു പരിച്ഛേദമാണ് ഇവിടെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരും ഒക്കെ ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള ആശയത്തോടെയൊക്കെ വന്നതായിരിക്കാം ചിലപ്പോൾ ഇത് കാണാൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്താ പറയുക, ഞങ്ങളെല്ലാവരും അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. കണ്ടില്ലേ, ക്യൂ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്തോറും പിന്നെയും നീണ്ടു പോവുകയാണ്. അത്രയും ആൾക്കാരുണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്, സ്കൂളിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മെഷീൻസിൻ്റെ ഒരു എക്സ്പോ ആണ്. വളരെ നല്ലൊരു എക്സിബിഷനാണെന്നാണ് കേട്ടത്. അപ്പോൾ ഞങ്ങളും അതുകൊണ്ടാണ് ഏതായാലും ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ AI ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുള്ള ഒരുപാട് ഗെയിമുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. റോബോട്ടിക്സ് ഉപയോഗിച്ചിട്ടുള്ള കുഞ്ഞു റോബോട്ടുകളുണ്ട് എന്നൊക്കെ കേട്ടിട്ടാണ് പോയത് ഞങ്ങൾ. പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല.